ഹായ്, എല്ലാവർക്കും ടിപ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലുള്ള ഇറുക്കിൾ വെച്ച് ഒരു ഡ്രൈ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ആ ഡ്രൈ സ്റ്റിക്ക് വയ്ക്കാനുള്ള ഒരു ഫ്ലവർ വേസും തന്നെ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്ത് കാണുക, മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ മേക്കിങ്ങിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കായിട്ട് ഇതേമാതിരി കുറച്ച് ഓലമടൽ വേണം. നമ്മൾ ഈ വീഡിയോയ്ക്കായിട്ട് 4 ഓലമടലാണ് എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഓരോ ഓലയും ഇതേമാതിരി ഒരു വാക്കത്തി ഉപയോഗിച്ച് വെട്ടിയെടുക്കാം. നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പച്ച ഓലയുടെ ഈർക്കിലെടുക്കുന്നതായിരിക്കും ഉചിതം. കാരണം ഉണക്ക ഓലയുടെ ഈർക്കിലെടുക്കുവാണെങ്കിൽ അത് വളയ്ക്കാൻ നേരത്ത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ നമ്മൾ ആ മടലിൽ നിന്ന് ഓലകളെല്ലാം വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും പച്ച ഓലയാണ് കേട്ടോ. ഇത് അത്യാവശ്യം പഴുത്ത് തുടങ്ങാറായാലും ഇതും പഴുത്ത് തുടങ്ങിയ ഇല തന്നെയാണ് കേട്ടോ. ഇത് പൂർണ്ണമായിട്ട് ഉണങ്ങിയ ഇലയാണ് കേട്ടോ. ഇത് ഉപയോഗിക്കണമെന്നില്ല. ഇനി നമുക്ക് ഈ ഒരു ഓലയിൽ നിന്ന് ഈർക്കിളികളെല്ലാം ഇതേപോലെ വേർതിരിച്ചെടുക്കണം. കൈ മുറിയാതെ നമുക്കിതെല്ലാം ഒരു കത്തി ഉപയോഗിച്ച് ഇതേപോലെ വേർതിരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഓലയിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഈർക്കിലായിട്ടാണ് നിങ്ങളെ കാണുന്നത്. നമ്മൾ ഇതിനായിട്ട് ഏകദേശം ഒരു 4 മടൽ ഓല എടുത്തായിരുന്നു. പക്ഷെ ചില ഓലകൾ ഉണങ്ങിയതായിരുന്നുകൊണ്ട് നമ്മളതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് പശ ഒഴിച്ചതിന് ശേഷം നമുക്കൊരു 10 അല്ലെങ്കിൽ 15 ഈർക്കിളി ഇതേപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇതേപോലെ പശ തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഈർക്കിളി ഇതേപോലെ ഒരു അലുമിനിയം പൈപ്പിൽ ചുറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് അതിൻ്റെ അടിഭാഗം ഒരു സെല്ലോ ടേപ്പ് വെച്ച് ഇതേപോലെ ഒട്ടിച്ചു വയ്ക്കാം. ഇനി നമുക്ക് ആ ഒരു ഈർക്കിളി മൊത്തത്തോടെ നമുക്ക് ഈ ഒരു അലുമിനിയം പൈപ്പിലേക്ക് ചുറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് നല്ല രീതിക്ക് ബലം കൊടുത്തു വേണം ചെയ്യാൻ. കാരണം നമ്മൾ എന്തേരം ബലം കൊടുക്കുന്നോ അതനുസരിച്ച് ഇത് വളഞ്ഞു വരത്തുള്ളൂ. ഇത് നല്ല രീതിക്ക് വളഞ്ഞു വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഡ്രൈ സ്റ്റിക്ക് കാണാനൊരു ഭംഗി കാണത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ ടോപ്പിലും ഇതേപോലെ സെല്ലോ ടേപ്പ് വെച്ച് ചുറ്റി ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മുടെ ഈർക്കിളി എന്തേരം വളഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇത്ര നന്നായിട്ട് വളച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വളയ്ക്കാൻ പറ്റുമെങ്കിൽ അത് തീർച്ചയായിട്ടും വളയ്ക്കാൻ നോക്കുക. ഇനി നമുക്കതിൻ്റെ വളവ് വരുന്ന ഭാഗത്ത് ഇതേപടി ഒരു തിരി ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് പൊള്ളിച്ചു കൊടുക്കാം. നമ്മുടെ ഈർക്കിളി വളഞ്ഞിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ തിരി ഉപയോഗിച്ച് ഈ ഈർക്കിളി ചൂടാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ആ സെല്ലോ ടേപ്പ് വെച്ച് ചുറ്റി വെച്ച ഭാഗങ്ങളെല്ലാം ഇതേപടി കത്രിക ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് നമ്മുടെ ഒരു ഈർക്കിളി ആ പൈപ്പിൽ നിന്ന് ഇതേപടി ഊരിയെടുക്കാം. നമ്മളിപ്പോൾ ആ പൈപ്പിൽ നിന്ന് ഊരിയ ഒരു ഈർക്കിളി നിങ്ങൾ കാണുന്നത്. ഇതിനെ നമുക്കിനി ഒരു ഡ്രൈ സ്റ്റിക്ക് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇനി നമുക്ക് നമ്മുടെ ഒരു ഡ്രൈ സ്റ്റിക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോന്നായിട്ട് വേർതിരിച്ചെടുക്കാം. അപ്പം നമ്മളിത് വേർതിരിച്ചെടുക്കാൻ നേരത്തെ പശ തേച്ചത് കാരണം ഇത് വിട്ടുവരാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഡ്രൈ സ്റ്റിക്ക് ഓരോന്നും പൊട്ടിപ്പോകാതെ തന്നെ വേർതിരിച്ചെടുക്കാൻ നോക്കുക. ഇനി നമുക്ക് ആ വേർതിരിച്ചെടുത്ത ഡ്രൈ സ്റ്റിക്കിൽ നിന്ന് 8 അല്ലെങ്കിൽ 10 ഒരുമിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതേപടി പെയിൻറ്റ് അടിച്ചെടുക്കാം. നമ്മൾ ഈ ഒരു വീഡിയോയിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ആ ഡ്രൈ സ്റ്റിക്ക് രണ്ടും പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ വേസ് ഉണ്ടാക്കുന്ന സെക്ഷനിലേക്ക് പോകാം. അതിനായിട്ട് നമ്മളിവിടെ കാർഡ്ബോർഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു പീസിൻ്റെ മെഷർമെൻറ്റ്സ് പറയാം. അപ്പോൾ ആദ്യമേ തന്നെ 18 ഇഞ്ച് നീളമാണ് ഈ ഒരു പീസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ അടിഭാഗത്ത് 3 ഇഞ്ച് വീതി, പിന്നെ ഈ ഒരു ഭാഗത്ത് 5 ഇഞ്ച് വീതിയാണ് വേണ്ടി വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത്, അതായത് നെക്കിൻ്റെ ഭാഗത്തും 3 ഇഞ്ച് വീതി, പിന്നെ ടോപ്പിൽ 5 ഇഞ്ച് വീതിയാണ് വേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കായിട്ട് അതേപോലത്തെ 4 പീസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവർ വേസ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോഴതിനിട്ട് ആദ്യമേ തന്നെ നേരത്തെ കാണിച്ച കൂട്ട് 2 പീസ് എടുക്കണം. അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഇതേപടി ടോപ്പ് തൊട്ട് അടി വരെ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വയ്ക്കണം.
അങ്ങനെ നമ്മൾ ഇതിൻ്റെ ടോപ്പ് തൊട്ട് ബോട്ടം വരെ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെല്ലോ ടേപ്പ് എന്തിനാണ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതേപടി ഈ പീസ് രണ്ടും നിവർത്തിയെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ 2 പീസ് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഈ ഒരു വീഡിയോയ്ക്കായിട്ട്. ഇനി ആ 2 പീസ് നിവർത്തി വെച്ചതിന് ശേഷം സെല്ലോ ടേപ്പ് ഒട്ടിക്കുവാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ഫ്ലവർ വേസിൻ്റെ ബേസ് ഉണ്ടാക്കി കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു പീസിന് ഫ്ലവർ വേസിൻ്റെ ഷേപ്പിലാക്കി എടുക്കുന്നതിനായിട്ടും കുറച്ച് സ്ട്രെങ്ത് കൂട്ടുന്നതിനായിട്ടും നമുക്ക് കുറച്ച് സിമെൻറ്റ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വീഡിയോയ്ക്കായിട്ട് കുറച്ച് ഗ്രൗട്ട് ഉണ്ടാക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യമേ കുറച്ച് സിമെൻറ്റ് എടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ സിമെൻറ്റും വെള്ളവും നൈസായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രൗട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പാകത്തിന് ഗ്രൗട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്ലവർ വേസ് ഉണ്ടാക്കുന്ന നേരത്തെ അത് കുറച്ച് എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച ഗ്രൗട്ടിലേക്ക് ഇതേപോലെ ചെറിയ തുണിക്കഷ്ണം മുക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു തുണി ഇതേപോലെ കാർഡ്ബോർഡിൻ്റെ പീസിലേക്ക് ഒട്ടിച്ചു വയ്ക്കാം. ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കുന്നത് വഴി ഈ കാർഡ്ബോർഡ് പീസിന് സ്ട്രെങ്ത് കൂടുന്നതായിരിക്കും. അതിനുവേണ്ടിയാട്ടോ നമ്മൾ ഈ പീസ് ഉപയോഗിക്കുന്നത്. ടോപ്പിൽ നമ്മൾ ഈ പീസ് ഒട്ടിച്ച് വയ്ക്കാൻ നേരത്ത് അതിൻ്റെ എഡ്ജെല്ലാം കറക്റ്റായിട്ട് കവറാവുന്ന രീതി വേണം നമ്മൾ ഒട്ടിച്ച് വയ്ക്കാൻ. അടിഭാഗത്ത് സ്ട്രെങ്ത് കൂട്ടുന്നതിനായിട്ട് നമുക്ക് ഇതേപോലെ 2 അല്ലെങ്കിൽ 3 കഷ്ണം തുണി ഒട്ടിച്ച് വയ്ക്കണം. ഇനി നമുക്ക് ഈ പീസ് ഉറച്ച് വരുന്നതിനായിട്ട് ഒരു ദിവസം നമുക്ക് ഉണങ്ങാൻ വയ്ക്കണം. നമ്മൾ ആ ഒരു പീസ് ഒരു ദിവസം ഉണങ്ങാൻ വെച്ചതിന് ശേഷം കുറച്ചും കൂടെ ഗ്രൗട്ട് ഉപയോഗിച്ച് അതിനെ ഒരു ഫ്ലവർ വേസിന് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇതേപോലെ ഇരിക്കും. അതിനുശേഷം നമ്മൾ ആ ഒരു പീസും ഒരു ദിവസം വെയിലത്ത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു വിഷ്വൽ എടുക്കാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കുക. ഇനി നമുക്ക് ഈ ഒരു പീസ് സ്മൂത്ത് ആക്കുന്നതിനായിട്ട് നമുക്ക് ഇതേപോലെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നൈസായിട്ട് ഉരസിയെടുക്കാം. എഡ്ജൊക്കെ നല്ല രീതിക്ക് സ്മൂത്തായിട്ട് ഉരസിയെടുക്കണം. ഇനി നമ്മുടെ ഫ്ലവർ വേസ് ഡെക്കറേറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് ലേസ് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ ഒരു ലേസ് ഒട്ടിയിരിക്കുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിച്ച് നൈസായിട്ടൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഈ ലേസും കൂടെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇതിൽ ഫുൾ റെഡ് പെയിൻറ്റ് അടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് റെഡ് കളർ ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക ഇത്. ഇനി നമ്മൾ ലേസ് ഒട്ടിച്ച ഭാഗത്ത് ഇതേപോലെ ചെറിയൊരു പഞ്ഞിയിൽ ഗോൾഡൻ കളർ നമുക്ക് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലവർ വേസിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് വെച്ച ഡ്രൈ സ്റ്റിക്ക് നമുക്ക് നേരെ ആ ഫ്ലവർ വേസിലേക്ക് ഇറക്കി വയ്ക്കാം. ആ ഡ്രൈ സ്റ്റിക്ക് ഫ്ലവർ വേസിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ആ ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്ത് വിടർത്തി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ഐക്കൺ എനേബിൾ ആക്കുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.